അതെ. എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നത് രണ്ടുപേരും? കുറച്ചു ദിവസം ഞാനങ്ങ് മാറി നിന്നപ്പോ എന്നങ്ങ് മറന്നതല്ലേ? ജീവൻ ജീവൻ സ്വാമിനാഥൻ. എല്ലാരെയും പറ്റിച്ച് കല്യാണമൊക്കെ കഴിച്ച് അടിച്ചു പിടിച്ച് ജീവിക്കുകയല്ലേ? ഈ ആഘോഷത്തിന് അധികം ആയുസുണ്ടാവില്ല. എടോ, തനിക്കിപ്പോ എന്താ വേണ്ടേ? എനിക്ക് വേണ്ടത് ഇവളെയായിരുന്നു. അത് നീ താലി കെട്ടി കളങ്കപ്പെടുത്തിയില്ലേ? പോരാത്തതിന് ഇവൾക്കൊരു കൊച്ചിനെ കൊടുത്താൽ ഷാനു നശിപ്പിച്ചു. ഇതൊന്നും എനിക്കൊരു പ്രശ്നമായിരുന്നില്ല. പൂർണ്ണ മനസ്സോടെ ഇവളെ സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമായിരുന്നു. പക്ഷെ അവളുടെ തന്തയും തള്ളയും സമ്മതിക്കണ്ടേ? അവർക്കപ്പോൾ ഒരേ ആദർശമാണോ എന്നോടുള്ള അതൃപ്തിയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവരെൻ്റെ സ്വപ്നങ്ങൾ തല്ലി ഉടച്ചു. എൻ്റെ അമ്മയുടെ കാർമ്മിത്വത്തിൽ അവരെന്നെ നാട് കടത്തി. പക്ഷെ എൻ്റെ അച്ഛൻ എൻ്റെ കൂടെ കട്ടക്ക് നിന്നു. സിഗ്നൽ കിട്ടാതെ ലാൻഡ് ചെയ്യാൻ ആകാശത്തിൽ വട്ടമിട്ട് പറക്കുന്ന ഫ്ലൈറ്റ് പോലെ ഇത്രയും കാലം നിങ്ങളറിയാതെ ഞാൻ നിങ്ങളെ വലം വയ്ക്കുകയായിരുന്നു. ദാ ഇപ്പോൾ സിഗ്നൽ കിട്ടി, ലാൻഡ് ചെയ്തു. ഓ, അതൊക്കെ അവിടെ കേട്ടെ. എന്താണോ തന്റെ ഈ കത്തിവേഷത്തിന് പിന്നിലുള്ള ഉദ്ദേശം? പറഞ്ഞല്ലോ, നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുക. ഓഹോ, നിന്റെ വയറ്റിൽ കിടക്കുന്ന കൊച്ചിന്റെ അച്ഛൻ ഷാനുവാണെന്ന സത്യത്തിന്റെ ബോംബ് എന്നെ പോലൊരു പരമചറ്റയുടെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം നിനക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും തോന്നുന്നുണ്ടോ? പൊട്ടിക്കും, ഇന്നല്ലെങ്കിൽ നാളെ. അതിനുവേണ്ടിയാ ജീവന്റെ ഈ തിരുപ്പിറവി. തൽക്കാലം രണ്ടു പൊയ്ക്കോ, ഞാനിവിടെ തന്നെ ഉണ്ട്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സർവനാശവും കൊതിച്ച്. അതെ, നമ്മൾ ഇനി എന്ത് ചെയ്യും? ഇതുവരെ ചെയ്തതൊക്കെ ചെയ്യും. മനസ്സിലായില്ല? ഈ വിശപ്പാമിനെയും നമ്മൾ അതിജീവിക്കുന്നു. താൻ പേടിക്കണ്ട, കൂടെ ഞാനില്ലേ. വന്നവൻ ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കും അറിയില്ലെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ അവൻ മരിച്ചുപോയ ഷാനു ആണെങ്കിൽ ഇനി എന്താ നിങ്ങളുടെ തീരുമാനമെന്ന് എനിക്കറിയണം. പഴയതുപോലെയല്ല, നിങ്ങളിപ്പോ ഭാര്യയും ഭർത്താവുമാണ്. അവകാശങ്ങളുടെ കഥയുമായി നിങ്ങൾക്കിടയിലേക്ക് ഒരാൾ കടന്നു വരുമ്പോ അതത്ര നിസ്സാര കാര്യമല്ല. പ്രത്യേകിച്ചും വന്നത് ഷാനുവിന്റെ പേരിലാകുമ്പോ. അത് ഷാനു ആണെങ്കിലും ഷാനുവിനോട് സാമ്യമുള്ള ഒരാളാണെങ്കിലും തകരാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്കറിയേണ്ടത് ഒറ്റ കാര്യം മാത്രം. നിങ്ങളുടെ തീരുമാനം എനിക്കറിയണം. അവന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ? നാളെ ഒരു പക്ഷേ അവനും ജീവനുമായി ഒന്നിച്ച? ജീവനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ഷാനുവിനെ പോലെ ഓർക്കാപ്പുറത്ത് ചാടി വീഴുന്ന പുലിയല്ല, കഴുതപ്പുലിയാ. നേരിട്ട് ആക്രമിച്ചല്ല അവന്റെ ശീലം. ഇര പിടിക്കുന്നവന് പിന്നിൽ മറഞ്ഞു നിന്ന് അവരെ കബളിപ്പിച്ച് ഇരയെ സ്വന്തമാക്കുന്നതാ. ഇതുവരെ ഉണ്ടായിരുന്ന ശത്രുക്കളെ പോലെ അല്ല അവൻ. നമ്മൾ വളരെ സൂക്ഷിക്കണം.
പ്രത്യേകിച്ചും നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ഷാനു ആണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട്. അവൻ അത് പറഞ്ഞ് നിങ്ങളെ വെല്ലുവിളിച്ചു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ അവൻ രണ്ടും കൽപ്പിച്ചു തന്നെയാ. ആർക്കറിയാം അവന്റെ പിന്നിൽ ഷാനു ആണോന്ന്? എന്റെ ഊഹം അത് തന്നെയാണ്. നേരിടാതെ വേറെ വഴിയില്ലല്ലോ. അവനെ മാത്രമല്ല, മുന്നിൽ നിൽക്കുന്ന മറ്റു ശത്രുക്കളെ. ഓരോ ദിവസം കഴിയും തോറും ശത്രുക്കളുടെ എണ്ണം കൂടിക്കൂടി വരിക. അഥവാ ഇത് നിങ്ങളുടെ കയ്യിൽ നിന്നില്ലെങ്കിൽ വേറെ ചിലത് എനിക്ക് ചെയ്യേണ്ടി വരും. അമ്മ, മോള് പേടിക്കണ്ട. എന്റെ നീക്കങ്ങൾ ഒരിക്കലും നിങ്ങളെ ഒരു തരത്തിലും ബാധിക്കില്ല. ആരും ഒന്നും അറിയാനും പോകുന്നില്ല. നിങ്ങളിതെല്ലാം മറന്നേക്ക്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായി അവിടെ മുത്തശ്ശിയോട് പോലും പറയരുത്. ഷാനുവിനെയും ജീവനെയും മാത്രമല്ല, മുഴുവൻ ശത്രുക്കളെയും കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അമ്മയായി പോയില്ലേ ഞാൻ? എന്റെ കുഞ്ഞുങ്ങളെ എനിക്ക് സംരക്ഷിച്ചല്ലേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. കഠിനമായ പ്രശ്നങ്ങളാണല്ലോ കാണുന്നത്. ശത്രുക്കളുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും കൂടി വരുന്നു. അവരൊക്കെ പ്രബലരുമാണ്. പോരാത്തതിന് ഈ പറഞ്ഞ 2 നാളുകാർക്കും ശനിയുടെ അപഹാരമാണ്. അതും കണ്ടകൻ. കണ്ടക ശനി കൊണ്ടേ പോകുന്നൊരു ചൊല്ല് കേട്ടിട്ടില്ലേ? ധനനഷ്ടം, മാനഹാനി, പോലീസ് കേസുകൾ, വീട് വിട്ടുള്ള അലച്ചിൽ, എന്തിന് ആയുസിന് പോലും പഞ്ഞം കാണുന്നു. അല്ല, പരിഹാരമൊന്നും കാണുന്നില്ലേ തിരുമേനി? നോക്കിക്കളയാം.